ഒന്ന് കളിക്കട്ടെ. അടിച്ചോളാം, തീർച്ചയായും അടിച്ചോളൂ. അലക്സ, ടേൺ ഓൺ ഫസ്റ്റ് ഫ്ലോർ. അതെ, അലക്സ നമ്മൾ കൊണ്ടുപോയി നമ്മളൊരു ബട്ടൺ അതിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ അതൊക്കെ ഇത് ആക്ച്വലി നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഹോം എലിവേറ്റർ ആണ്, ഹോം ലിഫ്റ്റ് ആണ്. ഇത് നമുക്ക് വീട്ടിൽ വെക്കാൻ വേണ്ടിട്ട് ശരിക്കും 1 മീറ്റർ ഡയമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. ചെറിയ സ്ഥലം, ഒരു ഫ്രിഡ്ജ് ഇരിക്കുന്ന അത്ര സ്ഥലത്തിന് ആവശ്യമുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ. വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു, അതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. വളരെ വളരെ സന്തോഷം. അവർക്കൊക്കെ ബിസിനസ് കിട്ടുന്നു എന്നറിയൽ നമുക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഇതെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നൊരു ഷോറൂമിലാണ് നിൽക്കുന്നത്. ഷോറൂമിൻ്റെ പേര് നിബാവ് ഹോം എലിവേറ്റർ, ഫോർട്ട് കൊച്ചിയിലാണ് നിൽക്കുന്നത്. എൻ്റെ ബാക്കിൽ ഒരു ലിഫ്റ്റാണ് കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്നൊക്കെ വിവരിച്ചതായിട്ട് ശങ്കർ ഇവിടുത്തെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം നമുക്കിത് എന്താണെന്നുള്ള കാര്യം നറേറ്റ് ചെയ്യും. തീർച്ചയായും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് അല്ലേ ശങ്കർ? യെസ്, അതെ, ഫോർട്ട് കൊച്ചിയിലാണ്. ലുലു മാൾ ഒരു എക്സ്പീരിയൻസ് സെൻ്റർ ഉണ്ട്, പിന്നെ ഒരു കസ്റ്റമറിൻ്റെ വീട്ടിലുണ്ട്. അങ്ങനത്തെ 3 ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ശങ്കർ ഭായി, ഇത് എന്താണോ നമ്മുടെ ആൾക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇപ്പൊ അതൊക്കെ ഇത് ആക്ച്വലി നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഹോം എലിവേറ്റർ ആണ്, ഹോം ലിഫ്റ്റ് ആണ്. ഇത് നമുക്ക് വീട്ടിൽ വെക്കാൻ വേണ്ടിട്ട് ശരിക്കും 1 മീറ്റർ ഡയമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും. ചെറിയ സ്ഥലം, ഒരു ഫ്രിഡ്ജ് ഇരിക്കുന്ന അത്ര സ്ഥലത്തിന് ആവശ്യമുള്ളൂ അല്ലേ? അതെ. ഇപ്പൊ അതൊക്കെ അറിയായിരിക്കും, ഇപ്പൊ പലയിടത്തും പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ പലപ്പോഴും വീട്ടിൽ വെക്കുന്നത് ഈ ഷോപ്പിംഗ് മോളിലോ അല്ലെങ്കിൽ ഹോട്ടൽസിലൊക്കെ ഇരിക്കുന്ന കൊമേഴ്ഷ്യൽ ലിഫ്റ്റ് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും അവർ വീട്ടിലേക്ക് വെക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധാരണ സിവിൽ വർക്ക് കുറച്ച് കൂടുതലായിട്ട് വരും. നമ്മൾ പിറ്റോ അല്ലെങ്കിൽ നമ്മളൊരു മെഷീൻ റൂമോ ഷാഫ്റ്റ് ഒക്കെ ബിൽഡ് ചെയ്ത് അതിലേക്കായിരിക്കും നമ്മുടെ ലിഫ്റ്റ് സ്ഥാപിക്കാൻ വരും. ഇതിന് നമുക്ക് ഒന്നും ആവശ്യമില്ല, നമ്മുടെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫ്ലോറിൽ നമുക്ക് ഈ 1 മീറ്ററിൽ ഈ ലിഫ്റ്റ് അങ്ങ് വെക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഒരു ടൈലിന്റെ കുറച്ചുകൂടെ സ്ഥലവും വരുന്നുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, എന്റെ വീട്ടിൽ വെക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ റെഡിമെയ്ഡ് ആയിട്ട് ഇങ്ങനെ കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യണോ ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി ഇപ്പൊ അതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, വീട്ടിൽ വെക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇപ്പൊ അതൊക്കെ വീട്ടിൽ വന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഫീസിബിലിറ്റി ചെക്ക് നമ്മൾ നടത്തും. എവിടെയാണ് വെക്കേണ്ടത്? യെസ്, വീട്ടിൽ വന്നിട്ട് നമ്മൾ ഓരോ കോർണറും നമ്മൾ അനലൈസ് ചെയ്തതിനു ശേഷം ഇപ്പൊ ചില വീട്ടിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്സിന് ഇൻ ബിറ്റ്വീൻ തന്നെ നമുക്ക് സ്പേസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മളൊരു 1 മീറ്റർ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണ് നമുക്ക് അവിടെ വെച്ചിട്ട് നമ്മുടെ ഹാൻഡ് റെയിൽസ് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ലാൻഡിങ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് G+1 മുതൽ G+3 വരെയാണ് ഓപ്ഷൻസ് ഉള്ളത്. ഏകദേശം 13.5 മീറ്റർ ഹൈറ്റ് വരെ നമുക്കിത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതുമല്ല, നമുക്ക് സ്റ്റെപ്സ് ഇൻ ബിറ്റ്വീൻ ഇല്ല, നമുക്ക് വേറെ ഹോളിന്റെ സൈഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡൈനിങ് ഹോളിന്റെ സൈഡിലാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ കണ്ടുപോലെ ഒരു കോർ കട്ടിങ് ചെയ്ത് അതിൽ കൂടെ നമ്മുടെ ലിഫ്റ്റ് വെക്കാൻ പറ്റും. നമുക്ക് തീർച്ചയായും. എത്ര പേര് വരെ മാക്സിമം കയറാൻ പറ്റും? നിങ്ങളും എത്ര പേര് വരെ കയറാൻ പറ്റും? 210 കിലോ ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. 210 കിലോ. ഞങ്ങൾ ആദ്യം ഒന്ന് പോയിട്ട് വരാം കേട്ടോ. തീർച്ചയായും. 1 പ്രസ് ചെയ്ത് ഇതൊക്കെ ഒന്ന് അറിയണമല്ലോ. ഇത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ന്യൂമാറ്റിക് ടെക്നോളജിയിലാണ് ഈ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. അതായത് വാക്വം ലിഫ്റ്റ്. ആക്ച്വലി ഇപ്പൊ നമ്മുടെ ഈ ലിഫ്റ്റിന് 2 ഫംഗ്ഷണൽ പാർട്ടേ നമുക്ക് വരുന്നുള്ളൂ. ഒന്ന് ഈ എയർ സീലന്റ്, അതായത് നമ്മുടെ വാക്വം സീല്, പിന്നെ മുകളിൽ നമുക്ക് മോട്ടർ ഉണ്ട്. ഈ മോട്ടറും ഈ എയർ സീലന്റ് മാത്രമാണ് നമുക്ക് 2 ഫംഗ്ഷണൽ പാർട്ടായിട്ട് ലിഫ്റ്റിൽ വരുന്നത്. നമ്മുടെ സിറിഞ്ചില്ലേ, ആ സിറിഞ്ചിന്റെ സെയിം പ്രോസസ് തന്നെയാണ്. നമ്മൾ എയർ സക്ക് ചെയ്ത് ഈ എയർ സീലിന്റെ മേലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ കാർ എലിവേറ്റ് ചെയ്ത് മേലേക്ക് പോകുന്നത്. അതാണ് പരിപാടി അല്ലേ? അതെ. ഇപ്പൊ ഇതിൽ കാണുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റാലിക് കളർ അല്ലേ? അതെ. നമുക്കിപ്പോ ഒരു പക്ഷേ ഇപ്പൊ എന്റെ വീട്ടില് നമ്മുടെ ഇന്റീരിയർ വേറെ ഒരു മോഡാണെങ്കിൽ നമുക്ക് എത്ര ഷെയ്ഡ് ഒക്കെ ഉണ്ട്? തീർച്ചയായും നമുക്ക് 8+ കളേഴ്സ് ഉണ്ട്. ശരിയാണല്ലോ. ഗോൾഡ്, സിൽവർ, ഗ്രേ, വൈറ്റ്. ഇപ്പം നമുക്ക് ചില വീട്ടിലൊക്കെ നമുക്ക് വുഡൻ ഫിനിഷിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതിന് മാച്ച് ആവുന്ന രീതിയിൽ നമുക്ക് ബ്രൗൺ കളർ കൊടുക്കാം. ചിലപ്പോൾ നമുക്കിപ്പോൾ പുതിയ മോഡലിൽ നമുക്ക് മാറ്റ് ഫിനിഷിംഗ് കളർ വരുന്നുണ്ട്. ഇതൊരു കംഫർട്ട് മാത്രമല്ല, നമുക്കൊരു വീട്ടിൽ വെക്കുമ്പോൾ ഒരു എസ്തെറ്റിക്കലി വളരെ പ്ലീസിംഗ് ആയിരിക്കും ഇത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ ഇന്റീരിയറിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രൂപത്തിലായിരിക്കും. യെസ്, എക്സാക്ട്ലി. വീട്ടിൽ ഏതെങ്കിലും ഒരു പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, സപ്പോസ് ഒരു വീൽ ചെയറിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ തന്നെ അവരെ നമുക്ക് ഇതിലൂടെ കയറ്റിക്കൊണ്ടുപോകാൻ ഈ ഒരു സ്പേസ് പോരല്ലോ. ആക്ച്വലി ഇത് നമ്മുടെ ബേസ് മോഡലാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു വീട്ടിൽ വയ്ക്കാൻ 1 മീറ്റർ ഡയമീറ്റർ മാത്രം മതി. ഇതിന്റെ അടുത്ത മോഡൽ നമുക്ക് മാക്സ് എന്ന് പറയും. അത് വന്നിട്ട് നമുക്ക് 1.3 to 1.4 ഡയമീറ്റർ ആണ് നമുക്ക് വരുന്നത്. വലുതായിരിക്കും. അതിന് നമുക്ക് കുറച്ചും കൂടി വരുമ്പോൾ നമുക്ക് വീൽ ചെയർ പ്ലസ് അതിന്റെ കൂടെ ഒരാൾക്കും കൂടെ നിൽക്കാനുള്ള സ്പേസ് നമുക്ക് അതിലുണ്ടാവും. അതായത് ഒരു 4 പേർക്ക് അതിനകത്ത് സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. 280 kg ആയിരിക്കും, 260 to 280 kg വരെ ആയിരിക്കും അതിന്റെ കപ്പാസിറ്റി വരുന്നത്. അതെ. അപ്പോൾ ഒരാൾക്ക് വലിയ വീൽ ചെയർ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് അതിനകത്ത് കയറാനും പറ്റും. ഇതിൽ തന്നെ നമുക്ക് ഫോൾഡബിൾ ചെയർ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് അക്സസറീസ് ആയിട്ട് വരുന്നതാണ്. ഇപ്പം വലിയ ചെയർ വേണ്ട, വീൽ ചെയർ ഇല്ലാത്ത ഒരാൾ, പക്ഷേ മുട്ടുവേനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചിലവർക്ക് നിൽക്കാൻ പ്രോബ്ലം ഉണ്ടാവും. അവർക്കാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇറങ്ങി ലാൻഡ് ചെയ്തതിനു ശേഷം നമുക്കത് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ ഈ ഒരു സാധനം ആകുമ്പോഴേ പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഒരുപാടാവും.
ഇബാദിക്ക ഇത് സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യുന്ന ലിഫ്റ്റാണ്. ഓ ശരി. സിംഗിൾ പവർ സപ്ലൈ മതി ഇതിന്. നമുക്ക് 3.7 kW/h ആണ് ഇതിൻ്റെ കൺസംഷൻ ആകപ്പാടേ ഉള്ളൂ. അതായത് ഇപ്പം എത്ര യൂസ് ചെയ്താലും നമുക്കൊരു ഹാഫ് ടൺ AC യുടെ പോലും ഇത് കറണ്ട് വലിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാക്വം ടെക്നോളജി ആയതുകൊണ്ട് തന്നെ മേലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമേ ഇതിന് കറണ്ട് ആവശ്യമുള്ളൂ. താഴേക്ക് നമ്മുടെ ഗ്രാവിറ്റിയിലാണ് താഴേക്ക് വരുന്നത്. താഴേക്ക് വരുന്നത് ഗ്രാവിറ്റി വെച്ചിട്ടാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കറണ്ട് എന്തെങ്കിലും പോയാൽ തന്നെ നമ്മൾ താഴേക്ക് വരുമ്പം പല ലിഫ്റ്റുകളും ഇപ്പോൾ സെൻസറിലൊക്കെ താഴെ വരുന്നുണ്ട്. ഇതിലാകുമ്പോൾ സെൻസർ എന്തെങ്കിലും ഫെയിലിയർ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അകത്ത് കുടുങ്ങുന്ന ടെൻഷൻ എന്തായാലും ആൾക്കാർക്ക് ഉണ്ടാവും. പ്രായവരൊക്കെ ആണെങ്കിൽ അയ്യോ സെൻസർ കേടാക്കാൻ. അതെ. അപ്പോൾ അതിൽ നമുക്ക് ഗ്രാവിറ്റേഷൻ കണ്ട് നമുക്ക് ഒന്നും കൊണ്ട് പേടിക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. നമ്മൾ ലാൻഡ് ചെയ്യുന്നു. ഇത് നമുക്ക് സെൻസർ ഡോസോ കാര്യങ്ങളോ ഒന്നുമല്ല, നമുക്കിത് മെക്കാനിക്കൽ ഡോസാണ്. അപ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലോക്ക് റിലീസ് ആവുന്നു. നമുക്ക് അകത്തുള്ള ആൾക്ക് ജസ്റ്റ് ഡോർ തുറന്ന് പുറത്ത് വരാൻ സാധിക്കും. ലാൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ലോക്ക് റിലീസ് ആവും. യെസ്, അതെ. അതുപോലെ റൺ ചെയ്യുന്ന സമയത്ത് ആരെയും ഡോർ പിടിച്ച് വലിച്ചാലും തുറക്കത്തില്ല. അത്രയും കാരണം നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹോം ലിഫ്റ്റിന്റെ സ്പെസിഫിക് സർട്ടിഫിക്കേഷനോ സേഫ്റ്റി അങ്ങനെയൊന്നും ഇല്ല. കാരണം എല്ലാവരും ഈ കൊമേഴ്ഷ്യൽ ലിഫ്റ്റൊക്കെ കൺവേർട്ട് ചെയ്ത് വീട്ടിൽ വെക്കുന്നുണ്ട്. യൂറോപ്യൻ നോംസിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഏകദേശം 25ഓളം കൺട്രീസിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ സേഫ്റ്റി മെഷേഴ്സ് വെച്ചാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. TUV SCD സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇപ്പം നമ്മുടെ മോട്ടറിലുള്ള കൺട്രോൾ പാനലിൽ അതിൽ തന്നെയാണ് വരുന്നത്. ഓരോ മൈക്രോ ചിപ്സും നമുക്ക് കൺഫേമേറ്റ് യൂറോപ്യൻ സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. ഈ വാറണ്ടി വരുമ്പോഴെങ്ങനെ ഇപ്പോൾ ഇക്ക കണ്ടല്ലോ, നമുക്ക് രണ്ട് ഫംഗ്ഷണൽ പാർട്ട് വരുന്നുള്ളൂ. ഒന്ന് നമ്മുടെ ഈ വാക്വം സീലും മുകളിൽ മോട്ടറുണ്ട്. ഇനി രണ്ടും നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ലൈഫ് ടൈം വാറണ്ടിയാണ്. യെസ്. ഇപ്പോൾ ഇതൊക്കെ 25 വർഷം 30 വർഷം ഉപയോഗിച്ചാലും ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഒന്നും നമ്മൾ റിപ്പയർ ചെയ്യില്ല. നമ്മൾ പുതിയത് റീപ്ലേസ് ആയിരിക്കും ചെയ്യുന്നത്. അതെ. ഇത് ചില ആളുകൾക്ക് ചുറ്റിക വെച്ച് അടിക്കുന്ന ട്രെൻഡാണ്. പല വീഡിയോയിൽ ചുറ്റി അടിച്ചോട്ടെ. ഇത് ആക്ച്വലി അടിച്ചോട്ടെ. അടിച്ചോളെ. പൊട്ടില്ല. ഞങ്ങളുടെ വീഡിയോയിൽ പവനില്ലേ, പവൻ രാജ് വീട് പുള്ളി അടിക്കുന്നുണ്ട് ചുറ്റിക. അന്നുപോലെ ചുറ്റിക ട്രെൻഡാണ്. എനിക്ക് അടി ഒച്ചയൊക്കെ കുഴപ്പമില്ല. ഹൈ ക്വാളിറ്റി പോളികാർബണേറ്റ് ഗ്ലാസ് ആണ് ഇത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് 5 mm തിക്നെസ് ഉള്ളതാണ്. ബുള്ളറ്റ് പ്രൂഫിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ്. പൊട്ടത്തില്ല. അടിച്ചോളാം, തീർച്ചയായും അടിച്ചോളൂ. ഇത്രയും ശക്തിക്ക് അടിച്ചോട്ടോ, ഇതിൽ കൂടുതൽ പറ്റില്ല. ശങ്കർ ഭായി അടിച്ചൊക്കെ കാണിച്ചല്ലോ. അടിച്ച് കാണിച്ചെങ്കിൽ പോലും ഇതിലങ്ങനെ ഇത്രയും പ്രാവശ്യം അടിച്ചു. എന്തെങ്കിലും ഒരു സ്ക്രാച്ച് എന്തെങ്കിലും പാടോ തന്നെ അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഒരു എമർജൻസി സ്റ്റോപ്പ് ഉണ്ടോ? ഇൻ കേസ് ഓഫ് അൺഫോർച്യൂനേറ്റ് ഇവന്റ് നമ്മുടെ ലിഫ്റ്റ് സ്റ്റക്ക് ആവുകയാണെങ്കിൽ നമുക്ക് എമർജൻസി ലാൻഡിംഗ് ബട്ടൺ അകത്തുണ്ട് പുറത്തുണ്ട്. ഓ, ഇവിടെ എവിടെയാ കാണുന്നത്? ഈ റെഡ് കളർ ബട്ടൺ ഉണ്ട്. ഇവിടെയുണ്ട്. നമുക്ക് അകത്തും കാണാം പറ്റും. ഓക്കെ, ഇവിടെയുണ്ട്. ഓ, ഇത് എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ. ഇത് നമ്മൾ എവിടെയെങ്കിലും പോയി സ്റ്റക്ക് ആവുന്ന സമയമാണെങ്കിൽ അങ്ങനെ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ഒരു 3 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്താൽ മതി. ഹോൾഡ് ചെയ്യുക. നമ്മുടെ വാക്വം റിലീസ് ചെയ്ത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്ന് ലാൻഡ് ചെയ്യും. അതെ. അല്ലാതെ നമ്മൾ ഇതിനകത്ത് കുടുങ്ങി പോകുക അതൊന്നും നമ്മൾ പാനിക് ആവേണ്ട സിറ്റുവേഷൻ വരുന്നില്ല. ഇപ്പൊ കുട്ടികളൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നെങ്കിൽ നമുക്ക് പേരൻസിന് പുറത്തിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് കിട്ടുന്ന ഇപ്പൊ കണ്ടല്ലോ, നമുക്കൊരു 360 ഡിഗ്രി പനോരമിക് വ്യൂ ആണ് കിട്ടുന്നത്. ഏത് സൈഡും നമുക്ക് വ്യൂ കിട്ടും. അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. കാണാൻ പറ്റും. അതെ. അപ്പൊ അതിനെ കോസ്റ്റ് ഓഫ് ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ വീട്ടിലൊരു നിലയിൽ നിന്ന് അടുത്ത നിലയിലേക്ക് പോവാന്നുള്ളതാണ്. എക്സാക്ട്ലി. അതെ. ഒരിക്കലും നമ്മൾ ഒരുമിച്ചിനകത്ത് എന്തായാലും ട്രാവൽ ചെയ്യത്തില്ല. ഇപ്പൊ കുട്ടികളാണെങ്കിലും ആർക്കും ഇപ്പോൾ പ്രായമായവർക്കും കുട്ടികൾക്കും സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ലിഫ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോസ്റ്റ് വൈസ് എന്തോ ഇത് നമുക്ക് ഇപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റാർട്ടിംഗ് കോസ്റ്റ് നമുക്ക് 11.75 lakhs എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെയാണോ? ഇത് നമുക്ക് ഇൻസ്റ്റലേഷനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ എക്സ്ട്രാ വരും. ഓക്കെ. അലക്സ ഇരിപ്പുണ്ടല്ലോ. ഇക്ക ആക്ച്വലി നമ്മുടെ ഈ ലിഫ്റ്റ് നമ്മുടെ നോർമലി മാനുവൽ മാത്രമല്ല വോയിസ് കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ പ്രായവരൊക്കെയാണ് അകത്ത് നിൽക്കുന്നെങ്കിൽ അവർ വേണമെങ്കിൽ ബട്ടൺ നിൽക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഞാൻ ജസ്റ്റ് ഇപ്പൊ പറയാണ്, അലക്സ ടേൺ ഓൺ ഫസ്റ്റ് ഫ്ലോർ. അലക്സ നമ്മൾ കൊണ്ടുപോയി നമ്മളൊരു ബട്ടൺ അതിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. വോയിസ് കമാൻഡ് അനുസരിച്ച് ജസ്റ്റ് ടേൺ ഓണോ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ഫസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് അതങ്ങ് കൊണ്ടുപോയിക്കോളും. നമുക്ക് ഇരുന്നുകൊണ്ട് ഇപ്പം അമ്മമാരെ കാത്തിരിക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കമാൻഡ് ചെയ്താൽ മതി, മേലെ പോയിക്കോളും. അതെ. അപ്പൊ എന്തായാലും നമുക്ക് ലുലു മാളിൽ ഒന്ന് പോയിട്ട് തീർച്ചയായും ലുലു മാളിലെ ഉള്ള പ്രൊഡക്റ്റ് കണ്ടിട്ട് നമുക്ക് എന്തായാലും ഒന്ന് തീർച്ചയായും അതിനുശേഷം നമുക്ക് ലുലു മാളിലേക്ക് പോകുന്ന നമുക്ക് ലുലു മാളിനെ കാണാൻ കേട്ടോ. നമ്മളങ്ങനെ ലുലു മാളിൽ എത്തി കേട്ടോ. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നേരെ ലുലു മാളിലേക്ക് വന്നതേ. എൻ്റെ കൂടെ മറ്റൊരു കമ്പനിയുടെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറായ അരുണുണ്ട്. അരുണെ, സന്തോഷം. ലുലുവിലെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അരുണായിരിക്കും. നിങ്ങളെ ഒരുപക്ഷേ എറണാകുളത്തോ തിരുവനന്തപുരത്തോ ലുലു മാളിൽ പോവുകയാണെങ്കിൽ ഇതിനൊരു എക്സ്പീരിയൻസ് സെൻ്റർ ഉണ്ട് കേട്ടോ. അവിടെ വന്ന് നോക്കിക്കോ, നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മളെ അരുണെ, ഇവിടെയാണല്ലോ ലുലു മാളിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത്. അതെ. കറക്റ്റായിട്ട് നമ്മൾ ലാൻഡ്മാർക്ക് പറയണമെങ്കിൽ സെലിബ്രേറ്റിന്റെ ഓപ്പോസിറ്റ്, ലുലു സെലിബ്രേറ്റിന്റെ സൈഡിലായിട്ടല്ലേ? സൺഗ്ലാസ്. ഓക്കെ, ഫൈൻ.
അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിന്റെ പ്രത്യേകത എന്താ അരുണേ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, നമ്മളിപ്പം എക്സ്പീരിയൻസ് സെന്ററിൽ കണ്ടില്ലേ, അതിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വണ്ണാണ് ഇതിനകത്ത് വന്നത്. ഇതിനകത്ത് ഒരുപാട് അപ്ഗ്രേഡേഷൻസ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു എൻറ്റയർ അപ്പിയറൻസ് തന്നെ ഇപ്പം മാറിയിട്ടുണ്ട്. അതെ അതെ. ഓക്കെ, എൻറ്റയർ അപ്പിയറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളും എല്ലാം ഈ അപ്ഗ്രേഡിനകത്ത് വന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ. സോ അപ്പോൾ എസ്തെറ്റിക്കലി അത് എത്രത്തോളം ആ ഒരു എൻറ്റയർ സ്ട്രക്ചറിനോട് എത്രത്തോളം അത് ഒരുമിച്ച് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. മനസ്സിലായി. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ എക്സ്പീരിയൻസ് സെന്ററിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഷാർപ്പ് എഡ്ജസ് ആയിരുന്നു. ഷാർപ്പായിരുന്നു. ഓക്കെ, ഇവിടെ കുറച്ച് റൗണ്ട് ആയിട്ട് ഓവൽ ഷേപ്പ് ആവുന്നത്. അതെ അതെ. സോ ആ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അതൊരു എന്താ പറയുക, കുറച്ചും കൂടെ റിഫൈൻഡ് ആവും. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹാൻഡിൽ ഇതൊക്കെ അവിടെ കണ്ടതിനകത്ത് ഹാൻഡിൽ നമ്മുടെ കുറച്ചും കൂടെ ഒരു ഓൾഡ് ഒരു ഇപ്പൊ നമുക്കൊരു റെട്രോ സ്റ്റൈലിലേക്ക് ഓൾറെഡി അതിനകത്തൊരു അറ്റാച്ച്ഡ് ആയിട്ട് വെരി ക്ലോസ് ടു ആ ഡിസൈനിനോട് അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ എഞ്ചിനീയർ സ്ട്രക്ചറിന്റെ കൂടെ തന്നെ അറ്റാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡോറിന്റെ ഈ ഡിസൈനിൽ വരുന്ന ചേഞ്ചുകൾ മാത്രമാണ് വന്നേക്കുന്നത്. അല്ല, അതിനോടൊപ്പം തന്നെ നമ്മളിപ്പം നമ്മുടെ ഷോറൂമിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇതിന്റെ മെയിൻ കോർ വർക്കിംഗ് പാർട്ട് അതെന്ന് പറയുന്നതാണ് ആ ടോപ്പിൽ കാണുന്നില്ലേ. ഓക്കെ ഓക്കെ. ആ നിബോവ് എന്ന് എഴുതിയേക്കുന്ന കാണുന്നുണ്ടോ ടോപ്പിൽ. അതാണ് ഇതിന്റെ മോട്ടോ യൂണിറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ കോർ വർക്കിംഗ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലിഫ്റ്റിന്റെ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു മെയിൻ വർക്കിംഗ് പാർട്ട് എന്ന് പറയുന്നതാണ് ഈ നിബോവ് എന്ന് എഴുതിയേക്കുന്നുണ്ടോ ഇവിടെ. അതെ, അതിന്റെ തൊട്ട് മുകളിലുണ്ടോ ഒരു ബ്ലാക്ക് കളറിൽ കുറച്ച് ഒരു പോർഷൻസ് കൊടുത്തേക്കുന്നത് ഇവിടെ വരുന്നത് ഇതല്ലേ? യെസ്, അതെ അതെ. അതാണ് നമ്മുടെ വാക്യൂം സീൽ എന്ന് പറയുന്നത്. വാക്യൂം സീൽ. സോ ഇത് രണ്ടും ഇതിനകത്ത് അപ്ഡേറ്റഡ് ആണ് ഇൻ ദ സെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേതിനകത്ത് നമ്മുടെ ഇതിന്റെ ഒരു വിട്ട് കുറച്ചും കൂടെ കൂടുതലാണ് വാക്യൂം സീലിന്റെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വിട്ട് നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. അത് വേറൊന്നിനുമല്ല, ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വളരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അത് മൂവ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒരു എസ്തെറ്റിക്നെസ് നമുക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ഫീൽ കുറച്ചും കൂടെ ഭയങ്കരം എന്താ പറയാ, വീടിന്റെ ആ ഒരു ഡിസൈനുമായിട്ട് ഭയങ്കരമായിട്ടും ഇണ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഡിസൈൻ വൈസ് ഒക്കെ ഒന്നുകൂടെ ഒരു എലഗന്റ് ഡിസൈൻ ആയിട്ടുണ്ട്. ലുലു മാളിൽ വന്നിട്ട് ഇതിൽ കയറിയേക്കാം അല്ലേ? അതെ, ഒന്ന് പോയിട്ട് വരാം. തീർച്ചയായിട്ടും. വൺ സെക്കൻഡ്. ഇനി അതൊക്കെ വന്നേക്കോളൂ. ഞാൻ വന്നേക്കാം. ഇവിടെ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്? ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു നിയർലി ഒരു 50 to 60 ഡെസിബൽ വരും. ഇതിനകത്തൊരു 45 ഡെസിബൽ. ഇപ്പൊ വെളിയിൽ നിൽക്കുന്ന ഒരാൾക്കായാൽ പോലും അതിന്റെ മോട്ടോർ വർക്ക് ചെയ്യുന്ന സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യത്തില്ല. കാരണം അത്രയ്ക്കും സൈലന്റ് ആണ്. ടു ബി ഫ്രാങ്ക്, ഇതെന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ഏറ്റവും ക്വയറ്റസ്റ്റ് ആയിട്ടുള്ള എലിവേറ്റർ ആണ്. ഇതിന് എന്ത് കോസ്റ്റാ വരുന്നത്? ഇതും നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 11.75 തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ അപ്ഗ്രേഡേഷൻസിലെല്ലാം നമുക്കൊരു എക്സ്ട്രാ സർചാർജസും വരുന്നുണ്ട്. അത് ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, GST അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ആവും. 11,75,000 രൂപയാണ്. അതെ. അപ്പൊ ഇത് ആളുകളെ ലുലു മാളിലൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. തീർച്ചയായും അല്ലേ? തിരുവനന്തപുരത്തും എവിടെ തന്നെയാണ്? ട്രിവാൻഡ്രത്ത് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അതിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ അവൈലബിൾ ആണല്ലേ? അതെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതൊക്കെ നമ്മുടെ ഷോറൂമിൽ വന്നപ്പോഴത്തേക്കും അവിടെ എൻറ്റയർ സ്ട്രക്ചറിനകത്ത് ഒരുപാട് സ്ക്രൂസും റിവറ്റ്സും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ അങ്ങനത്തെ ഇവിടെ സ്ക്രൂ ഉണ്ട്. അതെ അതെ. അപ്പൊ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനങ്ങനെ സ്ക്രൂവോ റിവിറ്റോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും വിസിബിൾ ആണ്. സംഭവം സ്മൂത്ത് ഡിസൈൻ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വീട്ടിലേക്ക് ആ ഒരു ഐറ്റം വെക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലിഫ്റ്റ് വെക്കുമ്പോഴത്തേക്കും ആ വീടിന്റെ ആ ഒരു എൻറ്റയർ ആ ഒരു എന്താ പറയാ, ആ ഒരു ഡിസൈനിന്റെ കൂടെയും ആ ഒരു ആംബിയൻസിന്റെ കൂടെയും ബ്ലെൻഡ് ചെയ്ത് പോകണം. അതെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതലും ഇതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതെ അതെ. കണ്ട കളർ വേരിയൻസ് എല്ലാം അവൈലബിൾ ആണ്. അത് കൂടാതെ കുറച്ച് എക്സ്ട്രാ ഒരു 3 പ്രീമിയം കളേഴ്സും കൂടെ നമ്മൾ ആഡ് ചെയ്തു. അത് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ. അപ്പോൾ എന്തായാലും സന്തോഷം അരുണേ. തീർച്ചയായിട്ടും. ശങ്കരേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ ഫോളോവേഴ്സിനും പുതിയൊരു പ്രൊഡക്റ്റ് കൂടെ നമുക്ക് പരിചയപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഞാനേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇടാം. ആളുകളൊക്കെ വിളിക്കുമെന്ന് സഹായിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഓരോ പ്രൊഡക്റ്റുകളും നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന സന്തോഷം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.